ഹലോ ഹായ്, ഞാൻ നിധി. അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് കിങ്സ്റ്റൺ അവേ എന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ രൂപം കൊണ്ട് മാത്രം മനുഷ്യരെ പോലെ ഇരിക്കുന്ന, രാത്രിയാണോ പകലൊന്ന് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത, നടക്കാനാവാത്ത, വികാരങ്ങളോ വിചാരങ്ങളോ മനുഷ്യൻ്റെ യാതൊരു ക്വാളിറ്റീസും യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത കുറേ മനുഷ്യർ സ്വന്തം മലമൂത്ര വിസർജനത്തിൽ കിടന്നുറങ്ങുന്ന നിങ്ങൾക്ക് കാണാം. കാരണം ഡ്രഗ്സ് ആണ്. അതിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. കേരളത്തിലെ തെരുവുകൾ അങ്ങനെ ആവാതിരിക്കാനായിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന സകല നേതാക്കന്മാരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഡ്രഗ്സ് എന്ന ഈ വിപത്തിനെതിരെ ഒത്തൊരുമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഈ MDMA എന്ന് പറയുന്ന ഡ്രഗ് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, ഫേക്കായിട്ട്, അതായത് ഫേക്ക് ഇമോഷൻസ് എന്ന് പറയും, കുറച്ച് നേരത്തേക്ക് താൽക്കാലിക നൈമിഷികമായ സുഖങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമത്തേത്, ഇത് കഴിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. മൂന്നാമത്തേത്, ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം. ഈ 3 പാർട്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത്, ഇത് കഴിക്കുന്ന ആൾക്കുണ്ടാകുന്ന നൈമിഷിക സുഖങ്ങൾ. വെള്ളം അടിച്ച് കിടക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അവർ ചാടി എണീക്കും. കാരണം അത്രയേറെ എനർജിയാണ് ഇവർക്ക് കൊടുക്കുക. അതായത് അധികമായ എനർജി, സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്നതിൻ്റെ ഇരട്ടി എനർജി. രണ്ടാമത്, ഒരു സോഷ്യൽ വെൽബീങ്, അതായത് ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കാൻ മടിയുള്ള ഒരാൾക്ക്, ഒരു സമൂഹത്തിൽ ഇടപഴകാൻ മടിയുള്ള ഒരാൾക്ക് ആ വിമുഖത മുഴുവൻ മാറിക്കിട്ടുന്നു. മൂന്നാമത്തേത്, അപാരമായ ആത്മവിശ്വാസം. നാലാമത്തേത്, എല്ലാ വികാരങ്ങളും അതിൻ്റെ പീക്കിൽ, സന്തോഷം അതിൻ്റെ പീക്കിൽ, സമാധാനം അതിൻ്റെ പീക്കിൽ, ദേഷ്യം അതിൻ്റെ പീക്കിൽ. അഞ്ചാമത്തേത്, ഒരു വെൽബീങ് ഫീലിംഗ്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ റിലാക്സ്ഡായി എന്ന് പറയുന്ന ഒരു വെൽബീങ് ഫീലിംഗ്. ഈ 5 ഫീലിങ്ങുകളാണ്, അതിലും കൂടുതലുണ്ടെന്നാൽ നമുക്ക് മെയിനായിട്ടും ഈ 5 ക്ലാസിഫിക്കേഷനിൽ എത്താൻ പറ്റുന്ന ഫീലിങ്ങുകളാണ് നൈമിഷികമായി ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക. അയർലൻഡിലുള്ള ഖെല്ലി എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. ഇവർക്ക് ആദ്യം ഈ ഡ്രഗ്സ് ഉപയോഗിച്ചപ്പോൾ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് രക്തം വരാൻ തുടങ്ങി. അവഗണിച്ചു, കുഴപ്പമില്ല. രക്തത്തിൻ്റെ കൂടെ കുറച്ചല്പം എന്തൊക്കെയോ കട്ടിയിൽ വരുന്നു. പിന്നെ മൂക്കിൻ്റെ ഓരോരോ ഭാഗങ്ങളെ അടർന്ന് മൂക്ക് മുഴുവൻ ഇല്ലാതായി അവിടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ലോങ് ടേമിൽ വരുന്ന പ്രശ്നങ്ങൾ. ഈ നൈമിഷിക സുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ കിട്ടുന്ന പ്രശ്നങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. അതിനുശേഷം അവർക്കവിടെ തലയിൽ നിന്നൊരു പാട്ടെടുത്ത് മൂക്കിലേക്ക് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. മൂക്കിന് പകരം അവിടെ തയ്ച്ച് പിടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. എന്താണ് നമുക്ക് ഇവർക്ക് കിട്ടുന്ന, ആ സമയത്ത് കിട്ടുന്ന ഒരു ഉന്മാദം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത്, ഈ ഡ്രഗ്സ് കഴിക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാം. എൻ്റെ കടയുടെ തൊട്ടപ്പുറത്തെ കടയിൽ ഒരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ജിമ്മനാണ്, നല്ല ആരോഗ്യമാണ്. എല്ലാ ദിവസവും ഫാർമസിയിൽ നിന്ന് കൃത്യമായിട്ടൊരു പ്രോട്ടീൻ ബാർ കഴിക്കുവാൻ. ആരോഗ്യത്തിൽ ഇത്രയും ശ്രദ്ധിച്ചിരുന്ന അവൻ ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ ബോഡി വെയിറ്റ് അങ്ങ് കുറയാൻ തുടങ്ങി. ബോഡി വെയിറ്റ് കുറയുന്നു, ഭയങ്കരമായി ക്ഷീണിക്കുന്നു, മസിൽസ് എല്ലാം പോയി. ക്ഷീണിക്കുന്നതിനോടൊപ്പം പിന്നെ മുടി അങ്ങ് പൊഴിയാൻ തുടങ്ങി. മുടിയെല്ലാം കൂടെ എന്തോ കമ്പി പോലെയൊക്കെ അങ്ങ് വൃത്തികേട്, വളരെ വൃത്തികേടായി ഇവനെ കാണാൻ. അതോടൊപ്പം തന്നെ ആളുടെ പല്ലുകൾ കൊഴിയാൻ തുടങ്ങി. അവൻ്റെ ഫ്രണ്ട്സ് പിന്നീട് എന്നോട് പറഞ്ഞു, ഇവൻ രാത്രിയിൽ ഉറക്കമില്ലാതെ എണീറ്റ് നടക്കുമായിരുന്നു എന്ന്. അപകടം മണത്ത ഇവൻ്റെ അർബാബ് അവൻ എത്രയും വേഗം നാട്ടിലേക്ക് കയറ്റിവിട്ടു. പിന്നീട് ഒരിക്കൽ അവൻ്റെ ഭാര്യ എന്നെ വിളിച്ച് കണ്ണുനീരോടുകൂടി പറഞ്ഞു, ചേച്ചി ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോളെ ഞാനാണ് നിന്നോട് ക്ഷമ പറയേണ്ടത്, കാരണം ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ തടഞ്ഞേനെ അവനെ അന്ന്. ഒരു കുടുംബം നശിച്ചു പോയി. അപ്പോൾ ഇത് കാരണം വരുന്ന സൈഡ് എഫക്ട്സ് ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഒന്നാമത് ഗ്രൈൻഡിങ് ഓഫ് ദ ടീത്ത് എന്ന് പറയും. പല്ലിറുമി പലരുടെയും പല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ. ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കുട്ടികൾ, സ്കൂൾ കഴിഞ്ഞ് വരുന്നവർ ദേഷ്യപ്പെടുമ്പോൾ പല്ലിറുമുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഇവർക്ക് ഈ ഡ്രഗ്സ് അടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ബോഡീസ് ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടും, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ തോന്നും. മൂന്നാമത്തേത്, അതിന് ഫലമായി ചില ആൾക്കാർ ഭയങ്കരമായി വിയർക്കാൻ തുടങ്ങും. ശരീരത്തിൽ നിന്നുള്ള ജലാംശം ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കാരണം എന്ത് പറ്റും. നാലാമത്തെ ലക്ഷണം, റോഡിപ്പോയി ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുമ്പോൾ ഒത്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് ഇലക്ട്രോലൈറ്റ്സിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല.
വെള്ളത്തിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സിനെ ആഗീകരണം ചെയ്യാൻ പറ്റത്തില്ല, അത് ബോഡിയിൽ നിന്ന് വെളിയിൽ പോകത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും നിർജ്ജലീകരണം. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഭയങ്കരമായ ടയേർഡ്നെസ് ഫീൽ ചെയ്യും. പിന്നെ 6ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഉറക്കമില്ലായ്മ. ഉറക്കം ഉണ്ടാവത്തേയില്ല. 7ാമത്തെ ലക്ഷണം ഭക്ഷണത്തോടുള്ള വിരക്തി. ഭക്ഷണം ഇവർക്ക് കഴിക്കണമെന്നേ തോന്നില്ല. ഏത് രുചിയാണ്, ഇത്രയും നാൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് ഒരു ദിവസം ഫുഡിനോട് ഭയങ്കരമായി വിമുഖത കാണിക്കുന്നു. ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിയിലുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചില കുട്ടികൾക്ക് വൊമിറ്റിംഗ് കാണിക്കുന്നുണ്ട്, ചില കുട്ടികൾ ഡയേറിയ കംപ്ലൈൻറ്റ് ചെയ്യുന്നുമുണ്ട്. ഇനി ഇത് കണ്ടു, നമുക്ക് ഈ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കുട്ടിയിൽ കണ്ടു എന്ന് വിചാരിക്കട്ടെ. അടുത്തത് എന്താണ് ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെരിഫൈ ചെയ്യുക, അതായത് ഉറപ്പിക്കുക. എങ്ങനെ? സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടിയുടെ ബാഗ് നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ അമ്മമാരും പരിശോധിച്ചിരിക്കണം. ബാഗിലെ എല്ലാ അറകളും പരിശോധിക്കുക. രഹസ്യ അറകളുണ്ട് ഇന്നത്തെ ബാഗുകളിൽ. രഹസ്യ അറകൾ പരിശോധിക്കുക. അവരുടെ ഉപകരണം ഇടുന്ന ടിഫിൻ ബോക്സ് കൃത്യമായി പരിശോധിക്കുക. അവരുടെ പേന വരെ നിങ്ങൾ തുറന്ന് നോക്കണം. അവരുടെ ഷൂസ് നോക്കുക. അവരുടെ ബെൽറ്റിൻ്റെ ബക്കിൾസ് നോക്കുക. അവരുടെ റൂമിൽ പോവുക. 5 കാരണങ്ങളാണ് സ്കൂളിൽ നിന്ന് വരുന്നത് ശ്രദ്ധിക്കേണ്ടത്. 6ാമത്തെ കാരണം അവരുടെ റൂമിൽ പോവുക. അവരുടെ റൂം ഫുള്ള് നിങ്ങൾ ചെക്ക് ചെയ്യുക. ബെഡ്, പില്ലോ, കബോർഡ്സ് എന്ന് വേണ്ട സകലതും അരിച്ച് പെറുക്കി പരിശോധിക്കുക. ഉപയോഗിക്കാത്ത ATM കാർഡുകൾ, ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പറുകൾ, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പോളിത്തീൻ കവറുകൾ, ഇതെല്ലാം കണ്ടാൽ അപ്പോൾ നിങ്ങൾ ബിവെയർ ആവുക. ഇത്രയും നമ്മൾ കണ്ടു. അതായത് ഞാൻ പറഞ്ഞ ശാരീരിക ലക്ഷണങ്ങൾ കുട്ടിയിലുണ്ട്. നിങ്ങൾ റൂമിൽ പരിശോധിച്ചപ്പോൾ, കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് സംശയിക്കത്തക്ക കാരണങ്ങൾ നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുക. അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? കേരള സർക്കാരിൻ്റെ പോലീസുകാർ നമുക്ക് തന്നിരിക്കുന്ന യോദ്ധാവ് എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടുക. അവരോട് പറയുക, എൻ്റെ കുട്ടിയിൽ ഞാൻ ഈ ലക്ഷണങ്ങൾ കാണുന്നു, എൻ്റെ കുട്ടിയുടെ റൂം ചെക്ക് ചെയ്തപ്പോൾ ഞാനിതെല്ലാം കണ്ടുപിടിച്ചു, ഇനി ഞാൻ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഇവർക്ക് ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഉണ്ടെന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പാരനോയ എന്നാ പറയുക. അതായത് ഇവർക്കിത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം എന്നെ ആക്രമിക്കാൻ വരുന്നവരാണ്. 2 പേർ കൂടി നിന്ന് സംസാരിച്ചാൽ, അപ്പനും അമ്മയും അവർ കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്തോ കുറ്റം പറയുകയാണ്, അവരെന്നെ ഉപദ്രവിക്കാൻ വരികയാണ്. തൽഫലമായി ഈ ഡ്രഗ്സ് കാരണം കിട്ടുന്ന അപാരമായ ശക്തിയോടെ അവർ നമ്മളെ തിരിച്ച് ആക്രമിക്കും. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. അവരോട് നമ്മൾ ഒരിക്കലും ഇതെന്താണ്, ഇത് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് ചോദിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോലീസ് അധികാരികളുമായി ബന്ധപ്പെടുക. സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് ഒന്ന് കൺഫേം ചെയ്തോളൂ. എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് പോലീസിനോട് പറയുക, അഥവാ ഹെൽപ്പ് ലൈനിൽ പറയുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഭരണാധികാരികൾ എന്തൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം എപ്പോഴും കുടുംബങ്ങളാണ്, അല്ലേ? എൻ്റെ മകളെ എനിക്കറിയാവുന്നതുപോലെ ഒരു പോലീസിനോ ഒരു ഭരണാധികാരിക്കോ അറിയത്തില്ല. എൻ്റെ കുഞ്ഞിനെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നതും അത് തിരുത്തേണ്ടതും ആദ്യത്തെയാൾ ഞാനാണ്, അമ്മയാണ്, അച്ഛനാണ്, അല്ലേ? അതുകൊണ്ട് മാറ്റങ്ങൾ ഇന്ന് തന്നെ സംഭവിക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാഗുകൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. കുഞ്ഞിൻ്റെ റൂം ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. ഒരു ദിവസം പോലും വൈകിക്കൂടാ. ഓരോ ദിവസവും നമ്മൾ വൈകിക്കും തോറും അപകടത്തിൻ്റെ ആഴം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ സഹോദരന്മാരോട് എനിക്കൊന്ന് മാത്രമേ അപേക്ഷയുള്ളൂ. ദയവ് ചെയ്ത് ഇന്ന് നിങ്ങൾ വീട്ടിൽ വിളിച്ച് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സഹോദരിയോടും പറയുക, ഇന്ന് തന്നെ കുട്ടിയുടെ എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് സമാധാനത്തോടെ ഇരിക്കുക. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാലോ. അപ്പോൾ ശരി, അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.